ഇവിടുത്തെ പച്ചപ്പെല്ലാം പോയി ഗൈസ്, തീ ഇട്ടു. ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോകളും പോയ സ്ഥലങ്ങളെല്ലാം പോസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇതുണ്ടോ സൺറൈസ് ഉണ്ടോ, സൺറൈസ്. വല്ലപ്പോഴും ഒക്കെ വീട്ടിലിരിക്കുമ്പം ഇതുപോലെയുള്ള വഴികളിലൊക്കെ രാവിലെ വരണം. ഇലവീഴ പൂഞ്ചിറ നല്ല റോഡാ കേട്ടോ. അപ്പം പറഞ്ഞു ഇത് പാലയിലെ ആരാണ്ട് ഉണ്ടാക്കിയത്, നേരെ മണിസിക്കാപ്പൻ പണിത റോഡാണ്. ആർക്കറിയാം? ഉറപ്പാണോ? ഇതൊക്കെ പുറത്തിറങ്ങുമ്പോ നാട്ടിലെ തെറി വിളിക്കൂലല്ലോ, ഒറിജിനൽ അല്ലേ? എങ്കിൽ പുള്ളിക്ക് നല്ലൊരു അഭിനന്ദനങ്ങൾ. നല്ല സൂപ്പർ റോഡ് ഇലവീഴ പൂഞ്ചിറയിലേക്ക്. ഇലവീഴ പൂഞ്ചിറയുടെ സൈഡിൽ തീ ഉണ്ട് കേട്ടോ. ഇലവീഴ പൂഞ്ചിറ തീ ഉണ്ടോ എന്ന് അറിയത്തില്ല, പോയി നോക്കിയാലേ അറിയത്തുള്ളൂ. ഇവിടെ ഇലവീഴ പൂഞ്ചിറ സൈഡിലുള്ള ഒരു മലയിൽ ഞങ്ങള് ഈ വളവ് തിരിഞ്ഞു വന്നപ്പോ നിറച്ച് തീ കണ്ടു. ഇപ്പൊ സമയം 6:07 ഇതുവരെ നേരെ വിളിച്ചിട്ടില്ല. സൺറൈസ് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ സൺറൈസ് കാണാൻ പറ്റുമോ അത് അതിനു മുമ്പ് സൂര്യൻ ഉദിക്കുമോന്ന്. 6:07 നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. റിഫ്ലക്ട് ചെയ്ത് വെട്ടം അടിക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ. നമുക്ക് വെളുപ്പിനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസം. ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ ട്രിപ്പൊക്കെ പിടിക്കട്ടോ, നല്ല രസമായിരിക്കും. നോക്കിയേ എന്ത് രസമല്ലേ. ബുള്ളറ്റിൽ തന്നെ ഉണ്ണിച്ചേട്ടായും അലീന ചേച്ചിയും പോകുന്നുണ്ട്. അവർക്ക് ബുള്ളറ്റിലെ റൈഡ് ആസ്വദിക്കണമെന്ന് പറഞ്ഞ് മഞ്ഞൊക്കെ അടിച്ച്, അതാണ് വൈബ്. എനിക്ക് ബുള്ളറ്റ് പോകാൻ ഇഷ്ടം. കഴിഞ്ഞ തവണ എനിക്ക് ബുള്ളറ്റ് പോകാൻ വേണ്ടി ഞാൻ വന്ന കൂട്ടുകാരന്മാരുടെ കൂടെ. അന്നേരം ആ തെണ്ടികൾ കാർ ട്രിപ്പ് ആക്കി. അതിന്റെ ബുള്ളറ്റ് ഞാൻ റോഡിന് നടുക്ക് വെച്ചിട്ട് ഞാൻ കാറെ പോകേണ്ടി വന്നു. ആ വീഡിയോ ഞാൻ ഇറക്കാട്ടോ. ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ വീഡിയോ ഇറക്കുന്നതായിരിക്കും. അങ്ങനെ ഇത്തവണ ബുള്ളറ്റ് ട്രിപ്പ് പോകാൻ പറ്റില്ല. അടുത്ത ദിവസം ഞാൻ സോളോ ആയിട്ട് വരുന്നുണ്ട്. നോക്കട്ടെ ഗൈസ്. ഇവിടുത്തെ പച്ചപ്പെല്ലാം പോയി ഗൈസ്, തീ ഇട്ടു. തീ വന്ന് ഫുള്ള് കരിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇലവീഴ പൂഞ്ചിറ ഫുള്ള് കരിഞ്ഞിരിക്കണു. പച്ചപ്പുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വൈബ് വരുന്നേനെ. ഞാൻ പച്ചപ്പുള്ളപ്പോൾ വന്ന വീഡിയോ ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂട്ടുകാരുടെ കൂടെ വന്നത് കേട്ടോ. ഇതിപ്പോൾ ഫാമിലിയുടെ കൂടെ വന്നേ. ആകെ ഇതും കൂടെ കരിഞ്ഞു പോയതിന് പരാതി മാത്രമേ എനിക്കുള്ളൂ. വ്യൂ ഒക്കെ കൊള്ളാം, പക്ഷേ പച്ചപ്പ് വേണ്ടിയിരുന്നു. തീ വന്നിട്ടും ഈ പുല്ലൊന്നും കത്തിപ്പോയില്ല കേട്ടോ. നോക്കി ഇത് കണ്ടോ, ഫുള്ള് തീ പിടിച്ച് കത്തിപ്പോയെങ്കിലും ഈ പുല്ലുകളൊന്നും കത്തിയിട്ടില്ല. ഒരുമാതിരി ചൂരൽ പോലത്തെ ഒരു സാധനം തോന്നുന്നു. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. നോക്കി ഇതുണ്ടോ, ഇത്രയും തീ പിടിച്ച് കത്തിപ്പോയിട്ടും ഈ പുല്ലുകൾ മാത്രം ഒന്നും കത്തിയിട്ടില്ല. ഈ പുല്ലിൻ്റെ പേരറിയാവുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാരേ. ഇവിടെ വരെയാണ് പോലീസ് എഴുതി വെച്ചേക്കണേ, വണ്ടി വരില്ലെന്ന് കേട്ടോ. നമ്മളിങ്ങനെ ചാടിക്കിടക്കണം. അവരിവിടെ വരെ ഒന്നും എത്തിയില്ല ഗൈസ്. തണുക്കുന്നുണ്ടോ ടീനു? ഒട്ടൂലേ? ഈ മലയുടെയാണ് അപ്പുറത്തെ മലയുടെയാണ് വണ്ടി കയറുന്നത്. പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നപ്പം ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതുപോലെയല്ല ഇലവീഴ പൂഞ്ചിറ. പച്ചപ്പുള്ളപ്പോൾ നല്ല രസമാണ് കാണാൻ കേട്ടോ. താഴെ കാണാമോ? താഴെ ഫുള്ള് ആറാണ്. ഇവിടെ നോക്കിയാൽ എൻ്റെ വീട് ചെറുതായിട്ട് കാണാം, പക്ഷെ ഇപ്പം മഞ്ഞായതുകൊണ്ട് കാണത്തില്ല. വെയിൽ തെളിഞ്ഞ് കഴിയുമ്പോൾ സൂര്യൻ വന്നു കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീടും പിന്നെ വീട് കാണത്തില്ല, ഇനി പള്ളി കാണാവുന്നതാണ്. എന്താണ്ടേ ഇത് മറ്റേ മലങ്കര ഡാമിലേക്ക് പോകുന്ന വെള്ളമാണ് ഇത് ഫുള്ള് എന്നാണ് എൻ്റെ വിശ്വാസം. അതെ, കോളപ്ര ആറൊക്കെ ഇവിടെ ഉണ്ട്. കോളപ്ര ആറ്, കാഞ്ഞാറാറ്, കൊടയത്തൂർ കളച്ചതുകൊണ്ട് കൃത്യമായിട്ട് കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ എന്നാ ഉള്ളത്? പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പവർ സ്റ്റേഷൻ്റെ കുറച്ച് സാധനങ്ങൾ കാണാം. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണാം കേട്ടോ. അതായത് നമ്മൾ മറ്റേ തുമ്പച്ചിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ, തുമ്പച്ചി ആ സൈഡിലാണ്. അപ്പുറത്തെ മലയിൽ നിന്ന് കാണുന്ന വ്യൂ ഇപ്പുറത്തെ മലയിൽ നിന്ന് കാണാം. രസമല്ലേ? ഹൗ ആർ യു? നടക്കുന്നു. നീ മറ്റേ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? മറ്റേ ഒരു ഇലവീഴ പൂഞ്ചിറ സിനിമ കണ്ടില്ല അല്ലേ? ഒരു പോലീസ് ക്യാബിനൊക്കെ, അതൊക്കെ മുകളിലുണ്ട്. ഹലോ ഗൈസ്, ഇവിടെ റെക്കോർഡിങ്, അവിടെ റെക്കോർഡിങ്. ഏതെങ്കിലുമൊക്കെ ഞാൻ ഇട്ടാൽ മതിയായിരുന്നു. ഞാൻ ഒരു 2 വർഷമായിട്ട് ഇതുപോലെ റെക്കോർഡ് ചെയ്യുന്നത്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ മടി കാരണം വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. ഇതെങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, ആർക്കറിയാം. ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോകളും പോയ സ്ഥലങ്ങളെല്ലാം പോസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ സെലിബ്രിറ്റി ആയേനെ. ഇനി പറഞ്ഞൊരു കാര്യമില്ല. എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ മടിയാ. ഇടിക്കാൻ മടിയാന്നല്ല കേട്ടോ, എഡിറ്റ് ചെയ്യാൻ മടിയെന്നാണ് പറഞ്ഞത്. ഞാൻ ഇച്ചിരി സ്പീഡിൽ സംസാരിക്കുന്നത് കൊണ്ട് ചിലപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തിരിയുന്നില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? നമ്മളിതിൻ്റെ സ്പീഡ് കുറച്ച് 0.5 ഇട്ടിട്ട് കേൾക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും അല്ലേ?
കേട്ടില്ല. ഇതൊക്കെ ഉള്ളിന്ന് വരുന്ന, ഉള്ളിന്ന് ഓൺ ദ സ്പോട്ട് വരുന്നയാ. രാവിലെ ആയതുകൊണ്ട് ഉള്ളിലേക്കൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഉള്ളിന്ന് വരുന്നയാ. എന്തൊക്കെ വലിയ കാര്യമായിട്ടുള്ള 90s കോമഡി പറയുന്നുണ്ട്. നമ്മളെ പോലെയുള്ള അയ്യോ 90s പുറപ്പെടുവും 2Kയിലേക്ക് എത്തിപ്പെടവും ചെയ്യാത്ത 2K ആയിട്ടുള്ള ആൾക്കാരുടെ കോമഡികളൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ പറയുന്ന കോമഡികൾ തന്നെ ചളിയെന്നാണ്. പിന്നെ 2K കഴിഞ്ഞിട്ട് 2.1K ആയിട്ടുള്ള ഇതേ പെണ്ണൊക്കെ പറയണേ. അത് ഇന്നെ നോക്കിങ്ങനെ നീ എക്ക വേണ്ടതാണോ? ഉണ്ണിച്ചേട്ടനെ പട്ടിയെ വിളിച്ച മോശമായിപ്പോയി. നീ എക്ക കണ്ടാണ്. ഹായ് ചീനുനെ പിടിച്ചോട്ടോ. ഇതാണ് ചീനു. ഇതാണ് നമ്മൾ മൂവീസിലൊക്കെ കാണുന്നത്. ഇരവിഴ പൂഞ്ചിറ മൂവിയിലൊക്കെ കണ്ട സ്ഥലം. പോലീസ് വയർലെസ് സ്റ്റേഷൻ. അതൊക്കെ തന്നെ ഇങ്ങനെ ഇരിക്കും. ോ പിന്നെ അകത്തുനിന്നുള്ള വ്യൂ ഇങ്ങനെയാട്ടോ. ഞാൻ ഒന്നും കൂടി പറയുന്നു, കരിഞ്ഞു പോയപ്പോൾ ഈ കാണുന്ന വ്യൂ അല്ല ഇലവീഴ പൂഞ്ചിറയ്ക്ക്. ഇലവീഴ പൂഞ്ചിറയ്ക്ക് നല്ല സൗന്ദര്യമുണ്ട്. അത് പച്ചപ്പായിട്ടിരിക്കുന്ന സമയത്ത് വന്ന് തന്നെ ആസ്വദിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു മഴ പെയ്യുന്ന സമയത്ത് വന്ന് ആസ്വദിക്കേണ്ടതാണ്. ഇപ്പോൾ ഫുള്ള് കരിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ സ്നാപ്പ് കണ്ടിട്ടില്ലേ? കണ്ടോ? ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഇത് വയർലെസ് സ്റ്റേഷൻ പണ്ടത്തെ. ഫോട്ടോയോ? ന്യൂസിന് മാത്രമല്ലേ? ഞങ്ങൾ ഇതിൻ്റെ എഡ്ജിലേക്കൊക്കെ പോകുന്നപ്പോൾ കാറ്റാടിയുണ്ടോ? സൺറൈസ് എന്തി? സണ്ണെന്തി? അതാണ് പൊങ്ങിരുന്നുണ്ടോ? ഗോപ്രോയിൽ കാണത്തില്ലെങ്കിൽ ഈ ഫോണിനകത്തേക്ക് നോക്കിക്കോട്ടെ. ഗോപ്രോയിലുള്ള പ്രഷകരി ഇതുണ്ടോ? സൺറൈസ് ഉണ്ടോ? സൺറൈസ് നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ഹാഫ് ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നതാണ്. നല്ല രസമായിരുന്നു കേട്ടോ. ഇതുണ്ടോ സൺറൈസ്? ഇപ്പൊ സൂര്യൻ വന്ന് തണുപ്പ് മാറ്റിക്കോളും. മഞ്ഞവട്ടം മുഖത്തേക്ക് അടിച്ചോളും. ഇപ്പൊ മഞ്ഞവട്ടം മുഖത്തേക്ക് അടിക്കും. അതൊക്കെ മുഖത്തെ കുഞ്ഞു കുരുവരും പൊങ്ങിയിരിക്കുന്നുണ്ടോ? ഇത് ക്ലാര തണുക്കുന്നുണ്ടോ? ക്ലാരൊക്കെ എന്റെ ടീംസ് തണുക്കുന്നില്ല. ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഷർട്ട് ഊരിട്ട് നിൽക്കും. പിന്നെ ആൾക്കാരോട് ഷർട്ട് ഊരിട്ട് നിൽക്കാതെ മോശമല്ലേ? ഇത് ഒരു ഡ്രസ്സ്, അതിൻ്റെ അകത്ത് വേറെ ഉടുപ്പ്, അതിൻ്റെ വേണ്ട ഷോള്, അതിൻ്റെ വേണ്ട ജാക്കറ്റ്, അന്നേരം നടക്കണം. അമ്മയ്ക്ക് നടക്കുന്നുണ്ടോ? അമ്മ ഇല്ലേ? താങ്കൾക്ക് നടക്കുന്നുണ്ടോ? ക്ലാരൊക്കെ ഉണ്ടോ? കുടിഞ്ഞിടയ്ക്ക് നടക്കുന്നുണ്ടോ? അപ്പായ്ക്ക് മുഖത്ത് പൊങ്ങി പൊങ്ങി വന്നു. ഇതൊക്കെ പുറത്തിറങ്ങോട്ടോ. ഈ വീഡിയോ ഒക്കെ പുറത്തിറങ്ങോട്ടോ. ഗുരു അല്ല, മുഖമൊക്കെ മറ്റേ പശുവിന്റെ മുഖം. എനിക്ക് നടക്കുന്നില്ല കേട്ടോ ഗൈസ്. കണ്ടോ? നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് കിടക്കാം. അഹങ്കാരം, നടപ്പില്ലാത്തതിന്റെ അഹങ്കാരം കണ്ടില്ലേ എനിക്ക്? പിന്നെ ഇതുണ്ടോ? ഇത്ര സാധനം കത്തിപ്പോയിട്ടും ഈ പച്ചപ്പുല്ല് കത്തിപ്പോയില്ല. ഇതുണ്ടോ? ഇതിന്റെ മാത്രം പ്രത്യേകത എന്ന് തോന്നുന്നു. ഇങ്ങനെ ചോടോടെ കത്തിയിട്ട് ഇത്ര തീ പിടിച്ചിട്ട് പോലും ഈ സാധനം പൂർണ്ണമായിട്ട് കത്തിപ്പോയിട്ടില്ല. 25-ാം തീയതിയാണ് വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ അവിടെ തീ കത്തിക്കണുണ്ട്. അത് കഴിഞ്ഞിട്ട് പച്ചപ്പുല്ല് മുളച്ചേക്കണയാണെന്ന് തോന്നുന്നു. പുതിയത് മുളച്ചേക്കണുണ്ടോ? 25-ാം തീയതി ഇവിടെ ഫുള്ള് തീയിട്ട് ഇവിടെ ഫുള്ള് കത്തിയിട്ട് അതുകൊണ്ട് ഇന്ന് 2-ാം തീയതി ആയുള്ളൂ. 31 പ്ലസ് കണക്ക് നിങ്ങൾ കൂട്ടിക്കോ. 2-ാം തീയതി ഒരു കൂടിപ്പോയാൽ എത്രയാ, ഒരു 10 ദിവസം പോലും ആയിട്ടില്ല. 10 ദിവസത്തിനുള്ളിൽ പിന്നെ മുളച്ചേക്കണുണ്ടോ? ഇത് ഫുള്ള് പച്ചപ്പായി കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞു കേട്ടോ. ഇപ്പം ഫുള്ള് കരിഞ്ഞു കിടക്കുകയാണ്. അപ്പം കരിഞ്ഞു കിടക്കാൻ മാത്രം വന്നിട്ട് കാര്യമില്ല, പച്ചപ്പായിട്ടിരിക്കുമ്പോൾ വരണം. അന്നേരമാണ് വൈബ്. ഇതാണോ? നോക്കി, നല്ല രസമല്ലേ?